ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് വൺ നേഷൻ വൺ ഇലക്ഷൻ, ഇൻഡസ് വാട്ടർ ട്രീറ്റി, CDBR-RC, ശുക്രയാൻ, PM ആശ, പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ. അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൺ നേഷൻ വൺ ഇലക്ഷനെ കുറിച്ചാണ്. ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ ഇതിനു മുമ്പും ഒരുപാട് പ്രാവശ്യം ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇത് വീണ്ടും ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ റീസെന്റ് ഇന്നലെ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ യൂണിയൻ ക്യാബിനറ്റ് ഈ വൺ നേഷൻ വൺ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇടക്കാലത്ത് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസിന് ക്യാബിനറ്റ് അംഗീകാരം കൊടുത്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിലും ഹിന്ദുവിലൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ വന്നിട്ടുണ്ട്. അത് ഇന്നലെയാണ് അംഗീകാരം കൊടുത്തത്. അപ്പോൾ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാബിനറ്റിന് അംഗീകാരം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗവൺമെന്റ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 10-ൽ കൂടുതൽ അമെന്റ്മെന്റുകൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, 10-ൽ കൂടുതൽ സ്ഥലങ്ങൾ അമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ വരാനുള്ള സാധ്യത ഇതോട് കൂടിയിട്ട് വർദ്ധിക്കുകയാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ഇനി പത്രമാധ്യമങ്ങളിലൂടെ കാണും. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ വൺ നേഷൻ വൺ ഇലക്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കമ്മിറ്റി റെക്കമെൻഡേഷൻസ്, അതായത് ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ള കാര്യമാണ് ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി അല്ലെങ്കിൽ പാനലിന്റെ റെക്കമെൻഡേഷനകത്ത് പറയുന്നത്. അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നത് 3 ലെവലിലേക്കുള്ള ആളുകളെയാണ്. ഒന്ന് നമ്മുടെ യൂണിയൻ ലെവലിൽ ലോക്സഭ, അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഏറ്റവും താഴേക്കടിയിൽ ഒരു തേർഡ് ടയർ ഗവൺമെന്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസ്, അതായത് പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റികൾ പോലുള്ള അർബൻ ആൻഡ് റൂറൽ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസിനെയാണ് ജനങ്ങൾ നേരിട്ട് ഇലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയിലെ നിലവിലെ അവസ്ഥയിൽ ഈ 3 ഇലക്ഷൻസും പല സംസ്ഥാനങ്ങളിലും പല സമയത്താണ് നടക്കുന്നത്. ഇപ്പോൾ ലോക്സഭയിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണെങ്കിലും ആദ്യ കാലഘട്ടത്തിൽ 1952-ലെയും 1957-ലെയും ഇന്ത്യയിലെ ജനറൽ ഇലക്ഷൻസിന്റെ സമയത്ത് ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലേക്കും അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭയിലേക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കും ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻസ് ഒരുമിച്ചാണ് നടന്നതെങ്കിലും പല സംസ്ഥാനങ്ങളിലും നിയമസഭകൾ ഇടക്കാലത്ത് വെച്ച് പിരിച്ചുവിടപ്പെടേണ്ടി വന്നിട്ടുള്ള സാഹചര്യം കൊണ്ടും അതുപോലെ തന്നെ പ്രസിഡൻസ് റൂള് പോലുള്ള സംഗതികളൊക്കെ ഇടക്കാലത്ത് വന്നിട്ടുള്ളതുകൊണ്ടൊക്കെ ഇതിനകത്തൊരു ഡിസ്റപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ പല സ്റ്റേറ്റുകളിലും പല സമയങ്ങളിലാണ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന ഇലക്ഷനാണ്. അതും പല സമയങ്ങളിൽ പല സ്റ്റേറ്റുകളിലും നടക്കുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഉടനീളം എല്ലാ കാലത്തും പലപ്പോഴും ഒരുപാട് ഇലക്ഷൻ സൈക്കിളുകൾ സംഭവിക്കാറുണ്ട്. അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഡിഫിക്കൽട്ടീസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ, അതായത് ഈ പറയുന്ന ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, ലോക്കൽ ബോഡീസ്, ഇതിലേക്കൊക്കെയുള്ള ഇലക്ഷൻസ് ഒരുമിച്ച് നടത്തുക എന്നുള്ളൊരു ഐഡിയയുമായിട്ട് മുന്നോട്ട് വരാൻ ഗവൺമെന്റ് മുന്നോട്ട് വരാനുള്ള കാരണം. അപ്പൊ ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ള കാര്യത്തിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഈ നേരത്തെ പറഞ്ഞ കമ്മിറ്റി അവരുടെ റെക്കമെൻഡേഷനകത്ത്, അതായത് അവർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ലോക്സഭയിലേക്കും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള ഇലക്ഷൻസ് ഒരുമിച്ച് നടത്തുകയും ആ ഇലക്ഷൻസ് കഴിഞ്ഞ് 100 ദിവസത്തിനകത്ത് ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡീസിലേക്കുള്ള ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യാന്നാണ് പറയുന്നത്. അപ്പൊ 2 സമയത്തായിട്ട് 2 ഘട്ടങ്ങളായിട്ട് ഇന്ത്യയിലേക്കുള്ള എല്ലാ ഇലക്ഷൻസും ഒരുമിച്ച് നടത്തുക എന്നുള്ളതാണ് ഈ പറയുന്ന രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രപ്പോസ്ഡ് പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പ്രപ്പോസ്ഡ് പ്ലാൻ നടപ്പിലാക്കണമെങ്കിൽ ഈ കമ്മിറ്റി റെക്കമെൻഡേഷനകത്ത് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് 15ഓളം അമെന്റ്മെന്റുകൾ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട്, മുനിസിപ്പാലിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട്, പാർലമെന്റിന്റെയും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെയും ടെന്യൂറുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് അമെന്റ്മെന്റുകൾ കൊണ്ടുവരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ബില്ല് പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അത് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാക്കേണ്ടി വരും. ഇത് സംസ്ഥാനങ്ങളെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് മിക്കവാറും ഇതിന്റെ ചില കാര്യങ്ങളെങ്കിലും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുകളുടെ 50% വരുന്ന സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുകളുടെ റാറ്റിഫിക്കേഷൻ ആവശ്യമായിട്ട് വരുന്ന അവസ്ഥ വരും. അതുകൂടാതെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആർട്ടിക്കിൾ 82A എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതായത് സൈമൾട്ടേനിയസ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ നിലവിലുള്ള ലോക്സഭയുടെ ടെന്യൂർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും നിയമസഭകൾ ഒരുമിച്ച്
അവരുടെ ടെന്യൂർ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 327 അനുസരിച്ച് പാർലമെന്റിനുള്ള ഒരു അധികാരമാണ്, പാർലമെന്റിന്റെ കുറെ അധികാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് സൈമൾട്ടേനിയസ് ഇലക്ഷൻസ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൂടി പാർലമെന്റിന് അധികാരം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹങ് അസംബ്ലി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൂക്കുസഭ, ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോ കോൺഫിഡൻസ് മോഷനിലൂടെ ഗവൺമെന്റ് പുറത്തു പോയിട്ട് പുതിയ ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം തന്നെ ബേസിക്കലി പുതിയ ഇലക്ഷൻസ് നടത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഇലക്ഷനിലൂടെ ഇപ്പം നിലവിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഈ 5 വർഷത്തിന് മുമ്പ് ഒരു സഭ പിരിച്ചുവിടപ്പെട്ട് കഴിഞ്ഞാൽ പുതിയ സഭ ഇലക്ട് ചെയ്യുന്നത് അടുത്ത 5 വർഷത്തേക്ക്, അങ്ങനെയാണ് ഇതിനകത്ത് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അതിന് പകരം ഇപ്പോൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റീസിലൊക്കെ ഉള്ളതുപോലെ ഈ പിരിച്ചുവിടപ്പെട്ട സഭയുടെ റിമൈനിങ് ടെന്യൂറിലേക്ക് വേണ്ടി മാത്രമായിട്ട് പുതിയ സഭനെ ഇലക്ട് ചെയ്യുന്ന ഒരു കാര്യം ഈ റെക്കമെൻഡേഷനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 324A എന്ന് പറയുന്ന പുതിയൊരു ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ആഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, ലോക്കൽ ബോഡീസിലേക്കുള്ള സൈമൾട്ടേനിയസ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരുപാട് ചേഞ്ചസ് വരുത്തിക്കൊണ്ടാണ് ഈ 1 നേഷൻ 1 ഇലക്ഷൻ നടപ്പിലാക്കണം എന്നുള്ള കാര്യം ഈ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ പറയുന്ന 1 നേഷൻ 1 ഇലക്ഷൻ എന്ന് പറയുന്ന ഐഡിയയുടെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഇതിന്റെ മെറിറ്റ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇലക്ഷൻ എക്സ്പെൻസസ് വലിയ രീതിയിൽ കുറക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. രണ്ടാമതായിട്ട് അത് വോട്ടേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഈ 3 ലെവലിലേക്കായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ 3 സമയത്തായിട്ട് നടക്കുന്ന ഇലക്ഷൻസിൽ യൂണിഫോം ആയിട്ടല്ല വോട്ടേഴ്സ് പാർട്ടിസിപ്പേഷൻ വരുന്നത്. ഇപ്പോൾ നമ്മൾ കേരളത്തിന്റെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, കേരളത്തിൽ 2021 അവസാനത്തെ നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത്, 24 നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത്, 20 ലോക്കൽ സെൽഫ് ഗവേണിംഗ് ബോഡി ഇലക്ഷൻ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു 5 വർഷത്തിനകത്ത് തന്നെ 3 ഇലക്ഷൻസ് നടന്നിട്ടുള്ളതുകൊണ്ട് ഈ എല്ലാ ഇലക്ഷൻസിലും പോയി വോട്ട് ചെയ്യുക എന്നുള്ളത് മേ ബി ആൾക്കാർക്ക്, ജോലിയൊക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദൂരപ്രദേശങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വിമുഖത കാണിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഇതിലൂടെ സഹായിക്കും. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഡെമോക്രസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ, പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പല സമയത്തായിട്ട് ഇലക്ഷൻസ് നടക്കുന്നതുകൊണ്ട് തന്നെ ഈ സെക്യൂരിറ്റി ഫോഴ്സസ്, ഈ ഇലക്ഷൻസിന് സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസിനൊക്കെ വലിയ രീതിയിൽ ഇങ്ങനെയുള്ള മേഖലകളിൽ ഡിപ്ലോയ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ആന്റി നക്സൽ ഓപ്പറേഷൻസ് പോലുള്ള സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പല ടാസ്കുകളും പെൻഡിങ്ങിൽ വെച്ച് ഇവർ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അത് കുറക്കാൻ സാധിക്കും. കാരണം ഈ 5 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇലക്ഷൻ നടക്കുള്ളൂ എന്നുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ ഈ ഇലക്ഷൻസ് എല്ലാ കാലത്തും ഈ ഇലക്ഷൻസ് നടക്കുന്നതുകൊണ്ട് തന്നെ ഈ കാസ്റ്റ്, റിലീജിയന്, കമ്മ്യൂണലിസം പോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുക, അതുപോലെ തന്നെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിനൊക്കെ ഉള്ള സാധ്യതകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഇന്ത്യയിൽ നിലവിലുണ്ട്. അപ്പൊ ഇത് കുറക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗവൺമെന്റുകൾ കുറച്ചും കൂടി അവരുടെ പോളിസീസ് ഈ പറയുന്ന ബാലറ്റിനെ പേടിക്കാതെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു 5 വർഷം കിട്ടും, അപ്പോൾ അതുകൊണ്ട് അവരുടെ പോളിസീസ് കംപ്ലീറ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം അവർക്ക് കിട്ടുന്നുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ ഇതിനുണ്ട്. ഇനി ഇതിന്റെ ഡീമെറിറ്റ്സ് ആയിട്ട് പറയുന്നത്, ഇത് ഈ പറയുന്ന ഫെഡറൽ പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. സംസ്ഥാനങ്ങളുടെ അധികാര പരിധിപ്പെടുന്ന ലോക്കൽ ബോഡീസിന്റെ കാര്യത്തിനകത്തൊക്കെ ഇടപെടലുകൾ വരും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ വോട്ടിംഗ് പാറ്റേണിനകത്ത് മാറ്റം വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും ലോക്കൽ ബോഡീസിലേക്കുള്ള ഇലക്ഷൻസിനകത്ത് വരുന്ന വോട്ടിംഗ് പാറ്റേൺ സിമിലർ അല്ല. ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ വരുന്ന സമയത്ത് നാഷണൽ പാർട്ടീസിന് അവിടെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ഉണ്ട്. ദേശീയ വിഷയങ്ങളാണ് അതിനകത്ത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക. സംസ്ഥാന തലത്തിലുള്ള ഇലക്ഷൻ വരുന്ന സമയത്ത് ആ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കിട്ടുക. ലോക്കൽ ഇലക്ഷൻസ് വരുന്ന സമയത്ത് ലോക്കൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക. ഇത് ഒരുമിച്ച് നടക്കുന്ന സമയത്ത് ഈ പറയുന്ന നാഷണൽ പാർട്ടീസിന് വലിയ രീതിയിൽ റിസോഴ്സസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ കൂടുതലായിട്ട് റിസോഴ്സസ് മൊബിലൈസ് ചെയ്യാനും, അതുപോലെ തന്നെ അവർക്ക് കൂടുതലായിട്ട് വോട്ട് കിട്ടാനും, റീജിയണൽ പാർട്ടീസ് അപ്രസക്തരാകാനും, റീജിയണൽ മാറ്റേഴ്സ് കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടാതിരിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് വോട്ടിംഗ് പാറ്റേണിനകത്ത് വലിയ രീതിയിൽ മാറ്റം വരുത്താം. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയിൽ ഇപ്പോൾ ഈ സൈമൾട്ടേനിയസ് ഇലക്ഷൻ ഇല്ലാതെ തന്നെ നമ്മൾ ഈ ലോക്സഭാ ഇലക്ഷൻ മാത്രം നടത്തുമ്പോൾ, ലോക്സഭാ ഇലക്ഷൻ എന്ന് പറയുന്ന ഒറ്റ ഇലക്ഷൻ നടത്തുന്ന സമയത്ത് പോലും നമ്മൾ 7ഉം 8ഉം ഘട്ടങ്ങളായിട്ടാണ് ഇലക്ഷൻ നടത്താറുള്ളത്. കാരണം അതിന് പോലും മാസീവ് ആയിട്ടുള്ള ഇലക്ഷൻ മെഷീനറി ആവശ്യമാണ്. അപ്പോൾ ഈ പറയുന്ന ലോക്സഭാ ഇലക്ഷന്റെ കൂടെ സംസ്ഥാന നിയമസഭാ ഇലക്ഷൻസും 100 ദിവസത്തിനകത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കുള്ള ലോക്കൽ ബോഡി ഇലക്ഷൻസും നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ലോജിസ്റ്റിക്കൽ നൈറ്റ്മെയർ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനെക്കാട്ടും വലിയൊരു ഇലക്ഷൻ മിഷനറി അവിടെ പ്രവർത്തിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അത് വലിയ രീതിയിൽ ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള, തുടക്ക കാലഘട്ടത്തിലെങ്കിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ റീജിയണൽ പാർട്ടീസും റീജിയണൽ ഇഷ്യൂസും അപ്രസക്തരാകാനുള്ള സാധ്യത ഉണ്ട്.
അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഈ റീജിയണൽ പാർട്ടീസ് ഈ വൺ നേഷൻ വൺ ഇലക്ഷൻ ഒക്കെ വലിയ ഇതിൽ ഒപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഡിമെറിറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി റീനെഗോഷിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യവുമായിട്ട്, അല്ലെങ്കിൽ അത് റിവ്യൂ ചെയ്യുകയും മോഡിഫൈ ചെയ്യുകയും വേണം എന്നുള്ളൊരു ആവശ്യമായിട്ട് ഇന്ത്യ പാകിസ്ഥാനെ സമീപിച്ചതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിലും അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസിലും വന്നിട്ടുണ്ട്. അപ്പോൾ കാരണം നമ്മൾ ഇപ്പോൾ നിലവിലുള്ള ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത് 1960 ഒരു 64 വർഷം മുമ്പ് സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് അന്ന് ഈ ട്രീറ്റിക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന വാട്ടർ ഷെയറിംഗ് പാറ്റേൺ ഒക്കെ അന്നത്തെ രണ്ട് രാജ്യങ്ങളുടെയും പോപ്പുലേഷൻസ്, എത്രത്തോളം ജനങ്ങൾ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വാട്ടറിന്റെ അവൈലബിലിറ്റി, ഡിമാൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഈ 64 വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് റിവിഷൻസ് ആവശ്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇത്തരത്തിലൊരു ഡിമാൻഡ് മുന്നോട്ട് വെച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും പാകിസ്ഥാന് കത്തയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ബോഡിയാണ് പെർമനന്റ് ഇൻഡസ് കമ്മീഷൻ എന്ന് പറയുന്നത്. രണ്ട് രാജ്യങ്ങളുടെയും റെപ്രസെന്റേറ്റീവ്സ് വർഷാവർഷം മീറ്റ് ചെയ്യുന്ന ഒരു കമ്മീഷനാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യ ഇത്തരത്തിലൊരു ഡിമാൻഡ് ഉന്നയിച്ചതിന് ശേഷം 2022 തൊട്ടാണ് നമ്മൾ ഇങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയത്. ഇപ്പോഴാണ് നമ്മളത് ഫോർമലായിട്ട് പാകിസ്ഥാനെ അറിയിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ 2023-ലും 2024-ലൊന്നും ഈ പെർമനന്റ് ഇൻഡസ് കമ്മീഷന്റെ മീറ്റിങ്ങുകൾ നടന്നിട്ടില്ല. ഇന്ത്യ ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന ഇൻഡസ് ട്രീറ്റി റിവ്യൂ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് തലത്തിലുള്ള ചർച്ചകൾ നടക്കാതെ ഇനി പെർമനന്റ് ഇൻഡസ് കമ്മീഷന്റെ മീറ്റിങ്ങുകൾ നടക്കില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ത്യ പറയുന്നത്. അപ്പോൾ ഈ ബേസിക്കലി ഇൻഡസ് വാട്ടർ ട്രീറ്റി ഈ 64 വർഷത്തിനകത്ത് 64 വർഷം കഴിയുന്ന സമയത്ത് ഇത്രയും കാലത്തിനിടയ്ക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ക്രൈസിസുകളിൽ ഒന്നിലൂടെ കടന്നു പോകാനുള്ള സാധ്യത ഇതോടുകൂടി കൂടുതലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റിയെ കുറിച്ച് പറയുന്നത്. സോ ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഇൻഡസ് റിവർ സിസ്റ്റത്തിലെ വെള്ളം ഷെയർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇന്റർ ഗവൺമെന്റൽ വാട്ടർ ഷെയറിംഗ് ട്രീറ്റിയാണ്. അപ്പോൾ ഇത് 1960 കറാച്ചിയിൽ വെച്ചിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും സൈൻ ചെയ്യുന്നത്. വേൾഡ് ബാങ്ക് ആണ് ഈ ട്രീറ്റി നെഗോഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീഡിയേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രീറ്റി അനുസരിച്ച് ഈ ഇൻഡസ് റിവർ സിസ്റ്റത്തിനകത്തുള്ള പ്രധാനപ്പെട്ട 3 ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈസ്റ്റേൺ സൈഡിലുള്ള റിവേഴ്സ് ആയിട്ടുള്ള ബിയാസ്, രബി, സത്ലജ് എന്നീ 3 റിവേഴ്സിന്റെ മുകളിലുള്ള ഉടമസ്ഥാവകാശം, അല്ലെങ്കിൽ ഇതിലെ വെള്ളം ഉപയോഗിക്കാനുള്ള അനുവാദം ഇന്ത്യക്കും, അതുപോലെ തന്നെ വെസ്റ്റേൺ റിവേഴ്സ് ആയിട്ടുള്ള ഇൻഡസ്, ചെനാബ്, ജലം എന്നീ റിവേഴ്സിന്റെ മുകളിലുള്ള അവകാശം പാകിസ്ഥാനുമാണ്. അപ്പോൾ ഈ പാകിസ്ഥാൻ അവകാശം കൊടുത്തിട്ടുള്ള ഇൻഡസും ചെനാബും ജലവും ഇന്ത്യയിലൂടെ ഒഴുകിയിട്ടാണ് പാകിസ്ഥാനിൽ എത്തുന്നത്. അപ്പോൾ ഈ 3 റിവേഴ്സിനകത്തുള്ള വെള്ളം ഉപയോഗിക്കാനുള്ള അധികാരം പാകിസ്ഥാനാണ്. പക്ഷേ ഇന്ത്യയിലൂടെ ഒഴുകി ഈ റിവേഴ്സ് പാകിസ്ഥാനിൽ എത്തുന്നതുകൊണ്ട് തന്നെ ഈ റിവേഴ്സിന്റെ മുകളിൽ ചെറിയ രീതിയിലുള്ള ചില അവകാശങ്ങൾ ഇന്ത്യക്കുണ്ട്. അതായത് ഇന്ത്യയിലൂടെ ഈ റിവേഴ്സ് കടന്നു പോകുന്ന സമയത്ത് ഇതിന്റെ ഈ വാട്ടർ ഫ്ലോ പെർമനന്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാതെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് ലിമിറ്റഡ് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം, അതുപോലെ തന്നെ റൺ ഓഫ് ദി റിവർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, ഫിഷിങ്ങിനും നാവിഗേഷനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഈ റിവേഴ്സിന്റെ ഒഴുക്കിനെ നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല. ഇനി അതുപോലെ തന്നെ ഇൻഡസ് ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം ഉള്ളത് ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും റെപ്രസെന്റേറ്റീവ്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള പെർമനന്റ് ഇൻഡസ് കമ്മീഷനാണ്. അത് വർഷത്തിൽ ഒരിക്കൽ മീറ്റ് ചെയ്യണമെന്നാണ്. പക്ഷേ കഴിഞ്ഞ വർഷമൊന്നും അവരുടെ മീറ്റിംഗ് നടന്നിട്ടില്ല എന്ന് ഓർത്തിരിക്കുക. ഇനി അതുപോലെ തന്നെ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ ആ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് മെക്കാനിസം ഈ പറയുന്ന, അല്ലെങ്കിൽ ഒരു ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം ഈ ട്രീറ്റിക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ട്രീറ്റി അനുസരിച്ച് ഒന്നുകിൽ ഈ ഡിസ്പ്യൂട്ടിംഗ് പാർട്ടീസിന് നെതർലാൻഡ്സിലെ ഹേഗിലുള്ള പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനായിട്ട് പോവാം. അതായത് അവിടെ പോയി കേസ് നടത്താം. അല്ലെങ്കിൽ വേൾഡ് ബാങ്കിനോട് ആവശ്യപ്പെട്ടാൽ ഈ പറയുന്ന വേൾഡ് ബാങ്ക് ഒരു ന്യൂട്രൽ ടെക്നിക്കൽ എക്സ്പേർട്ടിനെ അപ്പോയിന്റ് ചെയ്യും. ആ ടെക്നിക്കൽ എക്സ്പേർട്ട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് അവരുടെ റിപ്പോർട്ട് കൊടുക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി അനുസരിച്ച് ഇൻഡസ് റിവർ സിസ്റ്റത്തിനകത്ത് ഇന്ത്യയോ പാകിസ്ഥാനോ ഏതെങ്കിലും തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസോ എഞ്ചിനീയറിംഗ് വർക്ക്സോ ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇത് കാരണം മറ്റ് പാർട്ടി അഫക്റ്റ് ചെയ്യപ്പെടാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ പാർട്ടിയെ നേരത്തെ അറിയിച്ചിരിക്കണം എന്നുണ്ട്. ഇനി ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ ഈ 64 വർഷം പൂർത്തിയാക്കി എന്ന് പറയുമ്പോഴും ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിട്ടുള്ള എലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് വേൾഡ് വാർ ഹിസ്റ്ററിയിലെ ലോകത്തിലെ ഏറ്റവും അധികം സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻഡർസ്റ്റേറ്റ് വാട്ടർ ട്രീറ്റി ആയിട്ട് കണക്കാക്കുന്ന ട്രീറ്റിയാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം ഇവിടെ തർക്കങ്ങളില്ല എന്നല്ല. ഈ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യം വന്നിട്ടുള്ള ഒരു തർക്കം എന്ന് പറയുന്നത് 1970-കളിൽ വന്നിട്ടുള്ള ഒരു തർക്കമാണ്. അത് പാകിസ്ഥാൻ
ഈ വാട്ടർ പ്യൂരിഫയിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ സെപ്പറേഷന് വേണ്ടി കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന LBOD അല്ലെങ്കിൽ ലെഫ്റ്റ് ബാങ്ക് ഔട്ട്ഫോൾ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഉന്നയിച്ചൊരു പരാതിയായിരുന്നു. പിന്നെ വന്നിട്ടുള്ള തർക്കങ്ങൾ എന്ന് പറയുന്നതെല്ലാം തന്നെ ഈ പാകിസ്ഥാന് വേണ്ടിയിട്ട് എൻമാർക്ക് ചെയ്തിട്ടുള്ള വെസ്റ്റേൺ റിവേഴ്സിനകത്ത് ഇന്ത്യ നടത്തിയിട്ടുള്ള റൺ ഓഫ് ദി റിവർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉന്നയിച്ചിട്ടുള്ള പരാതികളാണ്. അപ്പോൾ അതാണ് കിഷൻ ഗംഗ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ട്, ബഗ്ലിഹാർ ഡാം, റാറ്റിൽ ഡാം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ഈ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഇന്ത്യ എന്തുകൊണ്ട് ഈ ട്രീറ്റി റിവ്യൂ ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ ട്രീറ്റി ഇന്ത്യക്ക് ഒട്ടും ഫേവറബിൾ അല്ലാത്തൊരു ട്രീറ്റി ആണെന്നുള്ളതാണ്. കാരണം ഈ ട്രീറ്റി അനുസരിച്ച് ഈ ടോട്ടൽ ഇൻഡസ് സിസ്റ്റത്തിലെ ഏകദേശം 80% വെള്ളം പാകിസ്ഥാനും 20% ഇന്ത്യക്കും എന്നുള്ള രീതിയിലാണ് ഈ ട്രീറ്റി വാട്ടർ ഷെയറിങ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, പാകിസ്ഥാൻ എന്ന് പറയുന്ന എൻറ്റയർ രാജ്യം ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ഫ്രഷ് വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് ഇൻഡസ് റിവർ സിസ്റ്റമാണ്. പാകിസ്ഥാനെ പലപ്പോഴും പറയാറുണ്ട് ഇൻഡസ് റിവറിന്റെ 2 കരകളിലായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ അവർക്ക് അത്രയും ക്രിട്ടിക്കൽ ആയതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ വെള്ളം കൊടുക്കാനുള്ള കാരണം. പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ ജമ്മു ആൻഡ് കാശ്മീർ, പഞ്ചാബ്, ഹരിയാന പോലുള്ള സ്റ്റേറ്റുകളും, എസ്പെഷ്യലി പഞ്ചാബും ഹരിയാനയും പോലുള്ള അഗ്രേറിയൻ സ്റ്റേറ്റുകളൊക്കെ ഇൻഡസ് റിവർ സിസ്റ്റത്തിനെ വലിയ രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഒട്ടും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഈക്വൽ ആയിട്ടുള്ള ഷെയറിംഗ് ഓഫ് വാട്ടർ അല്ല ഈ ട്രീറ്റി അനുസരിച്ചുള്ളത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈവൻ ഇന്ത്യ ഒരു അപ്പർ റിപ്പാരിയൻ സ്റ്റേറ്റ് ആയിട്ടും ഇന്ത്യക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ 64 വർഷം മുമ്പ് ഈ ട്രീറ്റി അനുസരിച്ച് വാട്ടർ ഷെയറിംഗ് തീരുമാനിക്കുന്ന സമയത്തുണ്ടായിരുന്ന ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഡെമോഗ്രഫി അല്ല ഇപ്പൊ ഈ മേഖലകളിൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഉള്ളത്. ഈ പോപ്പുലേഷനകത്ത് വലിയ രീതിയിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ വാട്ടർ ഡിമാൻഡിനകത്തും വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. ഇനി അതുകൂടാതെ ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം, റെയിൻഫോളിനകത്ത് വന്നിട്ടുള്ള ചേഞ്ചസ് കാരണം, ഈ ഗ്ലേഷ്യർ മെൽറ്റിങ്ങുകൾ കാരണം, ഇങ്ങനെയുള്ള പല കാരണങ്ങളാൽ വാട്ടറിന്റെ അവൈലബിലിറ്റി, വാട്ടർ സപ്ലൈയും വലിയ രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇപ്പോഴത്തെ റിയാലിറ്റീസോട് ഒത്തുപോകുന്നതല്ല ഈ ട്രീറ്റി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിന്റെ പുറമെയാണ് ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഉണ്ടാകുന്ന ഗ്ലേഷ്യർ മെൽറ്റിംഗ് പോലുള്ള ഇഷ്യൂസും മറ്റുള്ള കാരണങ്ങളും അല്ലെങ്കിൽ വാട്ടർ സ്ട്രെസ്സും ഒക്കെ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് CDBR-RCയെ കുറിച്ചാണ്. ഇപ്പോൾ CDBR-RC അല്ലെങ്കിൽ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റെസ്പെക്റ്റീവ് കേപ്പബിലിറ്റീസ് എന്ന് പറയുന്ന UNFCCയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് നമുക്കിനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ UNFCCന്റെ കോൺഫറൻസ് ഓഫ് പാർട്ടീസ്, അതായത് ഈ വർഷത്തെ COP29 നടക്കാൻ പോകുന്നത് അസർബൈജാനിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 5 വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ക്ലൈമറ്റ് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഡെഫിനിഷൻ ആവശ്യമാണെന്ന് യൂണിയൻ എൻവയോൺമെന്റൽ മിനിസ്റ്റർ പറഞ്ഞതായിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന CDBR-RCയെ കുറിച്ചൊരു പരാമർശമുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ CDBR-RCയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ CDBR-RC അല്ലെങ്കിൽ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റെസ്പെക്റ്റീവ് കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ UNFCCയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. നമ്മുടെ ലോകത്തിൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളെയും അല്ലെങ്കിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ്. നമ്മൾ രാജ്യങ്ങളുടെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ്. പക്ഷേ ഈ രാജ്യങ്ങൾക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ച് ടാക്കിൾ ചെയ്യുന്നതിനുള്ള കേപ്പബിലിറ്റീസ് ഈക്വൽ അല്ല. അതാണ് ഡിഫറെന്റ് കേപ്പബിലിറ്റീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ എല്ലാ രാജ്യങ്ങൾക്കും ഈ ക്ലൈമറ്റ് ചേഞ്ചിനുള്ള കാരണം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഗ്ലോബൽ വാർമിംഗ് ആണ്. ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ പ്രധാനപ്പെട്ട കാരണം ഫോസിൽ ഫ്യൂവലിന്റെ ബേണിംഗ് ആണ് അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവലിന്റെ ഉപയോഗമാണ്. അപ്പോൾ ഇത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമാണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തൊട്ടാണ് ഈ മാസീവ് ആയിട്ടുള്ള ഫോസിൽ ഫ്യൂവലിന്റെ യൂസേജും അത് കാരണമുള്ള എമിഷനും ഗ്ലോബൽ വാർമിങ്ങും അത് കാരണം ഈ ആക്സലറേറ്റഡ് പേസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ചും നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാരണക്കാരെന്ന് പറയുന്നത് ഏറ്റവും വലിയ എമിറ്റേഴ്സ് ആണ്. ഈ എമിറ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളും ഒരേപോലെയല്ല ഈ പറയുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഡിഫറെന്റ് ആണ്. അതിനെയാണ് ഡിഫറിംഗ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളുടെ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യങ്ങൾക്കുള്ള ഡിഫറെന്റ് കേപ്പബിലിറ്റീസും ഡിഫറെന്റ് റെസ്പോൺസിബിലിറ്റീസും അക്നോളജ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്രസ് ചെയ്യുന്ന ഒരു UNFCCയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ് ഈ CBDR-RC എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോമൺ ബട്ട് ഡിഫറൻഷിയേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് റെസ്പെക്റ്റീവ് കേപ്പബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ CBDR എന്ന് പറയുന്നത് 1992 റിയോ എർത്ത് സമ്മിറ്റിന്റെ സമയത്ത് വന്നിട്ടുണ്ടായിരുന്ന യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിലാണ് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്.
അപ്പോൾ ബേസിക്കലി നമ്മുടെ ഹ്യൂമൻ കൈൻഡിന്റെ ഒരു കോമൺ ഹെറിറ്റേജ് ഓഫ് മാൻ കൈൻഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന്, ആ ഒരു നോഷനിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഇതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന ഈ CDBR-RC അനുസരിച്ച് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് ഈ ഒരു പ്രിൻസിപ്പിളിനകത്ത് പറയുന്നത്. ഒന്ന്, ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാലഞ്ചസ് അഡ്രസ് ചെയ്യാനുള്ള കോമൺ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ ഒരു കോമണാലിറ്റി ഉണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ഈ ക്ലൈമറ്റ് ചേഞ്ചിനുള്ള റെസ്പോൺസിബിലിറ്റീസും അതിനുള്ള കേപ്പബിലിറ്റീസും ഡിഫറെന്റ് ആണ്. അതാണ് 2-3 കാര്യങ്ങൾ. രണ്ടാമതായിട്ട് പറയുന്നത്, ലോകത്തിൽ ഇന്നത്തെ ഹെവിലി ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്ന വെസ്റ്റേൺ യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലൊക്കെ കിടക്കുന്ന രാജ്യങ്ങൾക്ക് അവർ ഹിസ്റ്റോറിക്കലി അവരുടെ രാജ്യങ്ങളിൽ നേരത്തെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ അവർ ഹിസ്റ്റോറിക്കലി ഈ എമിഷനും അതുവഴി ഗ്ലോബൽ വാർമിങ്ങിനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരെന്ന് പറയുന്നത് അവരാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കലി ദേ ഹാവ് കോൺട്രിബ്യൂട്ടഡ് മോർ ടു ദി എൻവയോൺമെന്റൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ ഈ ക്ലൈമറ്റ് ചേഞ്ച്, ഗ്ലോബൽ വാർമിംഗ് പോലുള്ള കാരണങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണക്കാർ ഹിസ്റ്റോറിക്കലി അവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡെവലപ്പിംഗ് നേഷൻസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് റെസ്പോൺസിബിലിറ്റി, അതായത് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം കൂടുതൽ അവർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കൺസെപ്റ്റ്. മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ ടാക്കിൾ ചെയ്യാനുള്ള എബിലിറ്റി, അതിനുള്ള കപ്പാസിറ്റി. അത് ഇൻ ടേംസ് ഓഫ് ടെക്നോളജി ആവാം, ഇൻ ടേംസ് ഓഫ് ഫിനാൻസ് ആവാം. ഈ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് പല രാജ്യങ്ങൾക്കും പല രീതിയിലാണ്. അപ്പോൾ ഇതുള്ള രാജ്യങ്ങൾ ഇല്ലാത്ത രാജ്യങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യണം, അല്ലെങ്കിൽ അത് വേരിയിങ് കപ്പാസിറ്റീസ് ആയതുകൊണ്ട് ഈ പല രാജ്യങ്ങൾക്കുള്ള എമിഷൻ റിഡക്ഷൻ ടാർഗറ്റുകളും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഈ CDBR-RCക്കകത്ത് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ശുക്രയാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു പ്രപ്പോസ്ഡ് മിഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സ്പേസ് മിഷനെ കുറിച്ചാണ്. അപ്പോൾ ഈ ശുക്രയാൻ അല്ലെങ്കിൽ ശുക്രയാൻ 1 എന്ന് പറയുന്ന മിഷനെ കുറിച്ച് ഇപ്പൊ നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെന്റ് ISROടെ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന, അടുത്തൊരു 10-15 വർഷത്തിനകത്ത് വരാൻ പോകുന്ന പ്രധാനപ്പെട്ട 4 മിഷൻസിന്, 4 സ്പേസ് മിഷൻസിന് അല്ലെങ്കിൽ സ്പേസ് പ്രോഗ്രാംസിന് അപ്രൂവൽ കൊടുത്തതായിട്ടുള്ള, അതിനുള്ള ഫണ്ടിങ് ഒക്കെ അപ്രൂവ് ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 7-ലുണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ പ്രൊജക്ടുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഇന്ത്യയുടെ ചന്ദ്രയാൻ 4 എന്ന് പറയുന്ന മൂൺ ലാൻഡിംഗ് മിഷൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാമത്തത് നമ്മൾ പ്ലാനറ്റ് വീനസിലേക്ക് നടത്താൻ പോകുന്ന, ശുക്രനിലേക്ക് നടത്താൻ പോകുന്ന ശുക്രയാൻ മിഷനാണ്. ശുക്രയാൻ 1 എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ വീനസ് ഓർബിറ്റർ മിഷൻ എന്ന് പറയുന്ന മിഷനാണ്. മൂന്നാമതായിട്ട് പറയുന്നത്, ഇന്ത്യ സ്വന്തമായിട്ട് 2035 ഒക്കെ ആകുമ്പോഴേക്കും ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന നമ്മുടെ സ്വന്തം സ്പേസ് സ്റ്റേഷൻ ഉണ്ട്. അതിന് പേരിട്ടേക്കുന്നത് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, അല്ലെങ്കിൽ BAS എന്നാണ്. അപ്പോൾ അതാണ് മൂന്നാമത്തെ പ്രൊജക്ട്. നാലാമത്തെ പ്രൊജക്ട് എന്ന് പറയുന്നത്, നമ്മുടെ നിലവിലുള്ള ഈ PSLV GSLV റോക്കറ്റുകളൊക്കെ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന, അതുപോലെ തന്നെ ഇപ്പൊ ഇന്ത്യയുടെ ഈ പറയുന്ന സ്വന്തം സ്പേസ് സ്റ്റേഷനൊക്കെ ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹെവി പേലോഡ്സ് ക്യാരി ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള, ഇപ്പൊ നിലവിൽ ഇന്ത്യയുടെ ഹെവിയസ്റ്റ് ക്യാരിങ് റോക്കറ്റ്, പേലോഡ് ക്യാരിങ് കേപ്പബിൾ റോക്കറ്റ് ആയിട്ടുള്ള LVM-3 പകരം വരാൻ പോകുന്ന ഒരു നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ, അല്ലെങ്കിൽ NGLV ഉണ്ട്. ഈ 4 പ്രൊജക്റ്റുകൾക്കാണ് ഇപ്പോൾ യൂണിയൻ ഗവൺമെന്റ് അപ്രൂവൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ ചന്ദ്രയാൻ 4നെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്തിന് ഞാൻ ഈ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനെ കുറിച്ചും ജസ്റ്റ് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 4 പ്രൊജക്റ്റുകൾ നമ്മൾ ഇതിനു മുമ്പ് ഒട്ടും പറഞ്ഞിട്ടില്ലാത്ത, ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടില്ലാത്തൊരു ടോപ്പിക്ക് ഈ പറയുന്ന നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിളും അതുപോലെ തന്നെ ഈ വീനസ് മിഷനാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ശുക്രയാൻ മിഷനാണ്. അപ്പോൾ ഈ NGLVയുടെ കേസിൽ ഇത്രയേ ഉള്ളൂ. NGLV എന്ന് പറയുന്നത് നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന PSLV, അതുപോലെ തന്നെ GSLV, LVM-3. ഓക്കെ, ഈ 3 ലോഞ്ച് വെഹിക്കിളുകളെയും റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വരുന്ന മറ്റൊരു ലോഞ്ച് വെഹിക്കിളാണ് NGLV എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അതിന്റെ ഹെവി ലിഫ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് ഏകദേശം ലോ എർത്ത് ഓർബിറ്റിലേക്ക് 30 ടൺ വരെ, അല്ലെങ്കിൽ 30,000 കിലോഗ്രാം വരെ പേലോഡ്സ് എത്തിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെവി ലിഫ്റ്റ് റോക്കറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഇന്ത്യയുടെ സ്വന്തം സ്പേസ് സ്റ്റേഷനൊക്കെ ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ ഈ റോക്കറ്റ് ലോഞ്ച്, ഈ പറയുന്ന ലോഞ്ച് വെഹിക്കിൾ നമുക്ക് കമ്മീഷൻ ചെയ്തേ പറ്റൂ എന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഈ ശുക്രയാൻ മിഷനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഈ ശുക്രയാൻ 1 എന്നുള്ളത് ബേസിക്കലി ഒരു ടെമ്പററി നെയിം ആണ്. ഇതൊരു ഫൈനൽ നെയിം എന്നുള്ളത് മേ ബി ഫ്യൂച്ചറിൽ മാറാം. ഇപ്പൊ ഇത് ആക്ച്വലി 2023 കഴിഞ്ഞ വർഷം ലോഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ COVID-19 പാൻഡമിക്കിന്റെ ഒക്കെ ഒരു കോണ്ടെക്സ്റ്റിൽ
അത് 24 ലോഞ്ച് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോൾ വീണ്ടും അതിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു വീനസ് ഓർബിറ്റർ മിഷനാണ്. നമ്മൾ 2013 നമ്മുടെ ഈ മാർസിലേക്കുള്ള മിഷനൊക്കെ കണ്ടക്ട് ചെയ്തതുപോലെ ഒരു ഓർബിറ്റർ മിഷനാണ്. ഇതിനകത്ത് ലാൻഡറോ റോവറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. വീനസ് എന്ന് പറയുന്ന ഗ്രഹത്തിനെ നമ്മൾ ജസ്റ്റ് ഓർബിറ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ്. ഇപ്പൊ തൽക്കാലം അതിനെ വിളിക്കുന്നത് ശുക്രയാൻ 1 എന്നുള്ള പേരിലാണ്. അപ്പോൾ ഇത് പ്ലാനറ്റ് വീനസിലേക്കുള്ള നമ്മുടെ ISROയുടെ ആദ്യത്തെ മിഷനാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിലവിൽ ഇപ്പോൾ മറ്റു ചില രാജ്യങ്ങളും വീനസിലേക്ക് അവരുടേതായിട്ടുള്ള മിഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. വീനസിലേക്ക് ആദ്യമായിട്ട് സ്പേസ് മിഷൻ നടത്തുന്ന രാജ്യമല്ല ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയുടെ മാർസ് മിഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മുടെ എർത്ത് സിസ്റ്റത്തിന്റെ പുറത്തേക്ക് ഇന്ത്യ നടത്തുന്ന അല്ലെങ്കിൽ ISRO നടത്തുന്ന രണ്ടാമത്തെ മിഷനാണ് ഈ പറയുന്ന ശുക്രയാൻ 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് GSLV Mark II ലോഞ്ചർ യൂസ് ചെയ്തിട്ടാണ് ഈ മിഷൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ പേലോഡ് എന്ന് പറയുന്നത് ഒരു ഹൈ റെസൊല്യൂഷൻ സിന്തറ്റിക് അപ്പറേച്ചർ റഡാറും ഒരു ഗ്രൗണ്ട് പെനട്രേഷൻ റഡാറും ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി ഇതിന്റെ ഈ മിഷന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒന്ന് വീനസിന്റെ സർഫസും അറ്റ്മോസ്ഫിയറും എക്സാമിൻ ചെയ്യുക, അതുപോലെ തന്നെ വീനസിന്റെ ജിയോളജിക്കൽ കോമ്പോസിഷനെ അനലൈസ് ചെയ്യുക, അതുപോലെ തന്നെ സോളാർ റേഡിയേഷൻ, സർഫേസ് പാർട്ടിക്കിൾസ് ഇതൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ മിഷന്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇനി ഇതിന്റെ കൂടെ മറ്റു രാജ്യങ്ങൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള വീനസ് മിഷൻസും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ലോകത്തിൽ ആദ്യമായിട്ട് വീനസിലേക്ക് ഒരു സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് ചെയ്യുന്നത് USSR ആണ്. അവരുടെ വെനേറ സീരീസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് സ്പേസ് മിഷൻസ് ഉണ്ട്. ഓക്കെ, ഈ USSRന്റെ വീനസ് മിഷൻസ് എല്ലാം തന്നെ അറിയപ്പെടുന്നത് വെനേറ എന്നുള്ള പേരിലാണ്. 1, 2, 3 അങ്ങനെ കുറെ എണ്ണം ഉണ്ട്. അപ്പൊ അതിനെ വെനേറ സീരീസ് എന്നാണ് വിളിക്കാറുള്ളത്. 1961 തൊട്ട് 84 വരെയുള്ള കാലഘട്ടത്തിൽ ഇവർ മൾട്ടിപ്പിൾ മിഷൻസ് വീനസിലേക്ക് നടത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് വീനസിലേക്ക് ഒരു സ്പേസ് ക്രാഫ്റ്റ് സെൻഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വീനസിനെ ഒരു ഓർബിറ്റർ സെൻഡ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോവിയറ്റ് യൂണിയൻ ആണ്. അപ്പോൾ സോവിയറ്റ് യൂണിയന്റെ വീനസ് മിഷൻസ് അറിയപ്പെടുന്നത് വെനേറ സീരീസ് എന്നുള്ള പേരിലാണ്, അല്ലെങ്കിൽ വെനേറ മിഷൻസ് എന്നുള്ള പേരിലാണ്. പിന്നീട് വീനസിലേക്ക് ഇത്തരത്തിൽ വീനസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് US ആണ്. അവർ 1978 പഴനീർ വീനസ് എന്നുള്ള പേരിൽ ഒരു മിഷൻ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ USA പിന്നീട് ഒരു മഗല്ലൻ എന്നുള്ള പേരിൽ 1989 മറ്റൊരു മിഷൻ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ചെയ്തിട്ടുള്ളത് ജപ്പാനാണ്. ജപ്പാൻ ഒരു അക്സൂക്കി എന്നുള്ള പേരിൽ 2010 ഒരു വീനസ് മിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും ജപ്പാനുമാണ് നിലവിൽ ഈ വീനസിലേക്ക് സ്പേസ് മിഷൻ സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് കൂടാതെ ഇപ്പൊ ഇനി അടുത്തായിട്ട് മറ്റ് 3 മിഷൻസ് 3 സ്പേസ് ഏജൻസികൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ USന്റെ കേസിൽ US വെറിറ്റാസ് എന്നുള്ള പേരിലും ഡാവിഞ്ചി എന്നുള്ള പേരിലും 2 വീനസ് മിഷൻസ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള ESA ഒരു എൻവിഷൻ എന്നുള്ള പേരിൽ ഒരു വീനസ് മിഷനും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെയാണ് ഇപ്പൊ ഇന്ത്യയുടെ ഈ ഒരു മിഷനും വരുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഒരു സ്കീമിനെ കുറിച്ചാണ്. PM ആഷ എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ചാണ്. അപ്പൊ ഈ PM ആഷ സ്കീം എന്ന് പറയുന്നത് ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചു കാലം മുമ്പേ ഉള്ള ഒരു സ്കീമാണ്. അപ്പൊ ഈ ഒരു സ്കീം 2025-26 അല്ലെങ്കിൽ 24 ഈ പറയുന്ന 25-26 വരെയുള്ള അതിനുവേണ്ടിയുള്ള ഫണ്ടിങ് അലോക്കേഷൻ നടന്നതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 7 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ PM ആഷ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അന്നദാത ആയ് സംഘർഷൻ അഭിയാൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കർഷകരുടെ വെൽബീയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്കീം, ഒരു അംബ്രല്ല സ്കീമാണെന്ന് മനസ്സിലാക്കി. ഇതിനകത്ത് ഒരു 4 സബ് സ്കീമുകൾ വരുന്നുണ്ട്. ബേസിക്കലി ഫാർമേഴ്സിന് അവരുടെ പ്രൊഡക്ട്സിന് അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഒരു ഫെയർ ആൻഡ് റെമ്യൂണറേറ്റീവ് പ്രൈസ് അല്ലെങ്കിൽ ഒരു മാന്യമായിട്ടുള്ള വില കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റ് ഇന്റർവെൻഷനും അതുപോലെ തന്നെ മിനിമം സപ്പോർട്ട് പ്രൈസും ഒക്കെ കൂടി ഉൾപ്പെടുന്ന ഒരു സ്കീമാണിത്. 2018 ഗവൺമെന്റ് ഈ സ്കീം ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഈ സ്കീമിനകത്ത് 4 കോമ്പോണൻസ് ആണ് നിലവിലുള്ളത്. അപ്പോൾ ഇപ്പൊ ഈ പുതുതായിട്ട് വന്നിട്ടുള്ള ഫണ്ടിങ് അനുസരിച്ച് ഇതിനകത്ത് 2 കോമ്പോണൻസ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ ഫസ്റ്റ് കോമ്പോണന്റ് എന്ന് പറയുന്നത് പ്രൈസ് സപ്പോർട്ട് സ്കീമാണ്. പ്രൈസ് സപ്പോർട്ട് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി MSP ആണ്. അതായത് ഈ ഇതിനകത്ത് നോട്ടിഫൈ ചെയ്തിട്ടുള്ള പൾസസ്, ഓയിൽ സീഡ്, കൊപ്ര എന്നിവർക്കൊക്കെ സെൻട്രൽ ഗവൺമെന്റ് ഒരു MSP ഡിക്ലെയർ ചെയ്യും, മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കും. ആ പ്രൈസിന് സംസ്ഥാന ഗവൺമെന്റുകൾ അവരുടെ കയ്യിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യും എന്നുള്ളതാണ് ഈ പ്രൈസ് സപ്പോർട്ട് സ്കീമിനകത്ത് വരുന്നത്. രണ്ടാമത്തത്
പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ടാണ്. ഈ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഈ കൺസ്യൂമേഴ്സിന് ഈ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. ആ പ്രൈസ് ഫ്ലക്ച്വേഷൻസിൽ നിന്ന് കൺസ്യൂമേഴ്സിനെ അല്ലെങ്കിൽ പബ്ലിക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഈ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ കമ്മോഡിറ്റീസ് ഗവൺമെന്റ് വലിയ രീതിയിൽ ബഫർ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ആ ബഫർ സ്റ്റോക്ക് ഉപയോഗിച്ചുകൊണ്ട് മാർക്കറ്റിനകത്ത് സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് അതിനകത്ത് ഇന്റർവെൻഷൻ നടത്തും, ഈ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കും. അതാണ് പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ പ്രൈസ് സപ്പോർട്ട് സ്കീമും അതുപോലെ തന്നെ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ടും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രൈസ് ഡെഫിസിറ്റ് പേയ്മെന്റ് സ്കീം ഉണ്ട്. പ്രൈസ് ഡെഫിസിറ്റ് പേയ്മെന്റ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ, ഇതിനകത്ത് കവർ ചെയ്തിട്ട് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന പണം MSPയെക്കാട്ടിലും താഴെയാണെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് കൊടുക്കുന്ന പണമാണ് പ്രൈസ് ഡെഫിസിറ്റ് പേയ്മെന്റ് സ്കീം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീമും ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള 4 കോമ്പോണൻസ് ആണ് സ്കീമിന് വരുന്നത് മനസ്സിലാക്കുക. അപ്പൊ ഈ 4 കോമ്പോണൻസ് ഉൾപ്പെടുന്ന ഒരു അംബർല സ്കീമാണ് PM ആശ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ ആണ്. അപ്പൊ ഈ പ്രധാനമന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാം അഭിയാൻ അല്ലെങ്കിൽ PMJUGA എന്ന് പറയുന്നത് ഇന്ത്യയിലെ ട്രൈബ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, ഇതിന് നേരത്തെ പറഞ്ഞ സ്കീമിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു അംബർല സ്കീമാണെന്ന് മനസ്സിലാക്കുക. ഇതിപ്പോൾ പുതുതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ്. അപ്പോൾ ഈ സ്കീമിന് വേണ്ടിയിട്ട് ഒരു 79,000 കോടി രൂപ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ പറയുന്ന 79,000 കോടിക്കകത്ത് ഒരു 56,000 കോടിയാണ് സെൻട്രൽ ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ, ബാക്കിയുള്ള 22,000 കോടി എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 7 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്കീം അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് നേരത്തെ സെൻട്രൽ ഗവൺമെന്റ് ഈ ആദിവാസികളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ഒരു പദ്ധതിയായിരുന്നു PM ജന്മൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്കീമിനെ ബേസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സ്കീമിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഒരു പുതിയ പദ്ധതിയാണിതെന്ന് മനസ്സിലാക്കുക. ഈ പദ്ധതിയുടെ എയിം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ട്രൈബൽ പോപ്പുലേഷന്റെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു സാച്ചുറേഷൻ കവറേജ് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതായത് നിലവിൽ ഈ ട്രൈബ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സ്കീമുകളുണ്ട്, അല്ലെങ്കിൽ ട്രൈബ്സിനും കൂടി ബെനിഫിറ്റ് കിട്ടുന്ന ഒരുപാട് സ്കീമുകളുണ്ട്. ഓക്കെ, അപ്പോൾ ആ സ്കീമുകളൊക്കെ കൂടി സാച്ചുറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഗ്യാപ്പ് ഒക്കെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ട്രൈബൽ മെജോറിറ്റി വില്ലേജസിൽ കുറച്ചും കൂടി കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അംബർല സ്കീമാണ് ഇതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇന്ത്യയിലെ ഏകദേശം 6,000-ഓളം വരുന്ന 63,000-ഓളം വരുന്ന ട്രൈബൽ വില്ലേജസിലാണ് ഇത് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇന്ത്യയിലെ മൊത്തം ട്രൈബ്സിന് ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഇന്ത്യയിൽ ട്രൈബ്സുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ട്രൈബ്സിന് ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരുപാട് സ്കീംസ് ഉണ്ട്. ആ സ്കീംസിന്റെ അകത്തുള്ള ക്രിട്ടിക്കൽ ഗ്യാപ്സ് ഫില്ല് ചെയ്യുക, അതിന്റെ ഭാഗമായിട്ട് ഈ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ലിവ്ലിഹുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്തുള്ള ഗ്യാപ്സ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്കീമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്കീമിനകത്ത് ഒരു 25 വെൽഫെയർ കോമ്പോണൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു അംബർല സ്കീമാണ്, ഇതിനകത്ത് ഒരുപാട് സ്കീമുകൾ ഉണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇതിനകത്ത് ഒരു 25 വെൽഫെയർ കോമ്പോണൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഒരു 5 ബ്രോഡ് കാറ്റഗറീസിലായിട്ട്. ഇപ്പോൾ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ ആവാസ് യോജന, പ്രധാനമന്ത്രി ആവാസ് യോജന ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഹൗസ് ഹോൾഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറെ കോമ്പോണൻസ് ഉണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോമ്പോണൻസ് ഉണ്ട്. കണക്ടിവിറ്റി, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇലക്ട്രിഫിക്കേഷൻ, എക്കണോമിക് എംപവർമെന്റ് എന്നീ 6 ബ്രോഡ് കാറ്റഗറീസിലായിട്ട് 25 വെൽഫെയർ കോമ്പോണന്റുകൾ ഉണ്ട്. അപ്പൊ ഈ 25 വെൽഫെയർ കോമ്പോണന്റുകൾ അല്ലെങ്കിൽ ഈ 6 ബ്രോഡ് കാറ്റഗറീസ് കൂട്ടുന്ന സമയത്ത് ഇത് പല മിനിസ്ട്രീസിന്റെ കീഴിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു അംബർല സ്കീം ആയതുകൊണ്ടും ഇതിനകത്ത് ഇത്രയധികം ഈ 6 ബ്രോഡ് കാറ്റഗറീസും അതിനകത്ത് 25 വെൽഫെയർ കോമ്പോണൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ മിനിസ്ട്രി അല്ല ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഈ പറയുന്ന പല കോമ്പോണൻസും, അല്ലെങ്കിൽ പല ഈ 25 കോമ്പോണൻസിനകത്ത് പലതും ഓൾറെഡി പല മിനിസ്ട്രീസിന്റെ കീഴിലുള്ളതാണ്. അപ്പൊ യൂണിയൻ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന 17 മിനിസ്ട്രീസിലൂടെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഈ ഒരു ഡെവലപ്മെന്റ് ആക്ഷൻ പ്ലാൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്ന ഒരു
ഇനീഷ്യേറ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ DAPST എന്ന് പറയുന്നൊരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. അതിന്റെ കീഴിൽ അലോട്ട് ചെയ്യുന്ന ഫണ്ടിലൂടെ ആയിരിക്കും ഈ 17 മിനിസ്ട്രീസ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അടുത്ത 5 വർഷത്തിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സ്കീമിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്കീമിനകത്ത് കവർ ചെയ്യുന്ന ട്രൈബൽ വില്ലേജസിനെ PM ഗതിശക്തി പോർട്ടലിനകത്ത് മാപ്പ് ചെയ്യും എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പുകൾ അവർക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവരുടെ സ്കീം സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെന്റുകൾ അതുവഴി മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് അതിനുണ്ട്. ഇനി ഈ സ്കീമിന്റെ ഗോൾസ് ആയിട്ട് പറയുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന്, ഡെവലപ്പിംഗ് എനേബിളിംഗ് ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് ഹുക്ക ഹൗസസ് ഫോർ ഹൗസ് ഹോൾഡ് ആൻഡ് ഇംപ്രൂവിംഗ് വില്ലേജ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ 6 ബ്രോഡ് കാറ്റഗറീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള തന്നെയാണ് ഈ ഗോൾസ് എന്ന് പറയുന്നത്. ഒന്ന് ഹൗസിംഗ് ആണ്. രണ്ടാമത്തത് പ്രൊമോഷൻ ഓഫ് എക്കണോമിക് എംപവർമെന്റ് ആണ്. അതായത് ആദിവാസികളുടെ ലിവ്ലിഹുഡ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് സ്കിൽ ഡെവലപ്മെന്റ് ആവാം, എന്റർപ്രണർഷിപ്പ് പ്രൊമോഷൻ ആവാം, അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെന്റ് ആവാം. ഇനി ഗോൾ 3 എന്ന് പറയുന്നത് ഗുഡ് എഡ്യൂക്കേഷനിലേക്കുള്ള യൂണിവേഴ്സൽ ആക്സസ് ആണ്. ഗോൾ 4 എന്ന് പറയുന്നത് ഹെൽത്തി ലൈഫ്സ് ആൻഡ് ഡിഗ്നിഫൈഡ് ഏജിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ഇനി അതുപോലെ തന്നെ ഈ സ്കീമിനകത്ത് പുതിയ ചില, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പദ്ധതികൾ വരുന്നുണ്ട്. അതുകൂടാതെ പുതിയ ചില ഇനീഷ്യേറ്റീവ്സ് ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് പുതിയ ഇനീഷ്യേറ്റീവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 എണ്ണമാണ് പറയുന്നത്. ഒന്ന്, ട്രൈബൽ ഹോം സ്റ്റേസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അതായത് ഈ ട്രൈബൽ പോപ്പുലേഷൻസ് താമസിക്കുന്ന മേഖലകളിലുള്ള ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ട്രൈബൽ പോപ്പുലേഷനുള്ള ആളുകൾക്ക് ഹോം സ്റ്റേസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അപ്പോൾ അതുകൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ലിവ്ലിഹുഡ് അല്ലെങ്കിൽ വരുമാന മാർഗം പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ട്രൈബൽ ഹോം സ്റ്റേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിൽ ഓൾറെഡി ഉള്ള സ്വദേശ് ദർശൻ എന്ന് പറയുന്ന സ്കീമിന്റെ കീഴിൽ ഈ ഒരു പദ്ധതിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു 1000-ഓളം ട്രൈബൽ ഹോം സ്റ്റേസിനെ പ്രൊമോട്ട് ചെയ്യും എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത് സസ്റ്റൈനബിൾ ലിവ്ലിഹുഡ് ഫോറസ്റ്റ് റൈറ്റ് എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ബേസിക്കലി ചെയ്യുന്നത് ഈ പറയുന്ന ആദിവാസികൾക്ക് ഭൂമിയുടെ മുകളിലുള്ള അവകാശം കൊടുക്കലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലുള്ള ഏകദേശം 22 ലക്ഷത്തോളം വരുന്ന FRA അല്ലെങ്കിൽ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് പട്ട ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകും, ഫോറസ്റ്റ് ഏരിയാസിൽ ജീവിക്കുന്ന ആൾക്കാർ. അപ്പൊ അവരുടെ ഫോറസ്റ്റ് റൈറ്റ് സെക്യൂർ ചെയ്യുക, അത് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഈ ആദിവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് റെസിഡൻഷ്യൽ സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ ഈ അവരുടെ ഹോസ്റ്റൽസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യുക, ഇതെല്ലാം തന്നെ PM ശ്രീ സ്കൂളുകളുമായിട്ട് അലൈൻ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. നാലാമതായിട്ട് പറയുന്നത് സിക്കിൾ സെൽ ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ആണ്. അഞ്ചാമതായിട്ട് പറയുന്നത് ട്രൈബൽ മൾട്ടിപർപ്പസ് മാർക്കറ്റിംഗ് സെന്റേഴ്സ് ആണ്. അതായത് ഇവരുടെ ട്രൈബ്സ് കളക്ട് ചെയ്യുന്ന അവരുടെ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് സെന്റേഴ്സ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളാണ് പുതുതായിട്ട് ഈ സ്കീമിന്റെ ഭാഗമായിട്ട് വരുന്ന പുതിയ ചില ഇനീഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.